മോദിയുടെ ഗാന്ധി നിന്ദയ്ക്കെതിരെ പരാതി. ദേശീയ അവാർഡ് ജേതാവായ ചലച്ചിത്ര നിർമ്മാതാവ് ലോഹിത് കുമാർ ബർമൻ ആണ് പരാതി നൽകിയത്. വിശദാംശങ്ങളുമായി സിബി ചേരുകയാണ്. സിബി, കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞതാണോ ഈ പരാതിക്ക് ആധാരം? അതായത് ഗാന്ധി സിനിമ വന്നതിന് ശേഷമാണ് മഹാത്മാഗാന്ധിയെ ലോകമറിഞ്ഞത് എന്ന നിലയിൽ മോദി പറയുകയുണ്ടായല്ലോ. അതാണോ ഈ പരാതിക്ക് ആധാരം? തീർച്ചയായും അതുതന്നെയാണ് ഈ പരാതിക്ക് ആധാരം. 1982 റിച്ചാർഡ് അറ്റൻബറോ ഗാന്ധി എന്ന സിനിമ നിർമ്മിച്ചില്ലായിരുന്നുവെങ്കിൽ മഹാത്മാഗാന്ധിയെ ആരും അറിയില്ലായിരുന്നു എന്നായിരുന്നു നരേന്ദ്രമോദി നേരത്തെ ഒരു ദേശീയ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. എന്തായാലും ഇതിനെതിരെയാണ് ഇപ്പോൾ ഒരു പരാതി അസമിൽ ഉണ്ടായിരിക്കുന്നത്. അസമിലെ ഗോഹട്ടി പോലീസ് സ്റ്റേഷനിലാണ് ഒരു പരാതി നൽകിയിരിക്കുന്നത്. ഈ മോദി പരാമർശത്തിനെതിരെ ദേശീയ അവാർഡ് ജേതാവായ ചലച്ചിത്ര നിർമ്മാതാവ് ലോഹിത് കുമാർ ബർമാനാണ് ഇപ്പോൾ ഒരു പരാതി നൽകിയത്. ഗുവാഹത്തിലെ ഹെദിഗാവ് പോലീസ് സ്റ്റേഷനിലാണ് അദ്ദേഹം പരാതി നൽകിയത്. പ്രധാനമായും ഒരു പൗരനെന്ന നിലയിൽ ഗാന്ധി അപമാനിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും അത് പ്രകാരം മഹാത്മാഗാന്ധിയെ അപകീർത്തിപ്പെടുത്തുന്നില്ല തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഒരു പരാതി നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ പരാതി ഇപ്പോൾ ഇതുവരെയും ഇതിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ പരാതി പരിശോധിച്ച് വരികയാണെന്നും ഇപ്പോൾ അറിയിക്കുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം വിവിധ കോണുകളിൽ നിന്നും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് CPI ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടക്കമുള്ളവർ രംഗത്തു നിന്നിരുന്നു. കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ജയറാം രമേശ് അടക്കമെല്ലാം നിലയും വിവിധ കോണുകളിൽ നിന്നും വലിയ രൂക്ഷമായ വിമർശനമെല്ലാം നിലയും ഉയർന്നിരുന്നു. ഇപ്പോൾ എന്തായാലും ഒരു രേഖാമൂലൊരു പരാതി അസമിൽ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ശരത്ത്, അത് ഏറ്റവും ശ്രദ്ധേയമാണ്. അസമിൽ നിന്നാണ് പരാതി. പക്ഷേ അസമിലെ പോലീസ് ഇപ്പോൾ അത് FIR ഇട്ടിട്ടില്ല എന്നുള്ളത് കൂടിയുണ്ട്. അസം BJP ഭരിക്കുന്ന സംസ്ഥാനം കൂടിയാണ്. അതിലെ എങ്ങനെയൊക്കെയാണ് പോലീസ് തുടർന്ന് പ്രവർത്തിക്കുക എന്ന് നോക്കാം. ഇത് അവഹേളിക്കൽ, ഗാന്ധി നിന്ന എന്നതിനൊപ്പം തന്നെ ഒരു ചരിത്ര വസ്തുതകളുടെ നിരാകരണമാണ്. ചരിത്രത്തെ ആ നിലയിൽ കീഴ്മേൽ മറിക്കാൻ ശ്രമിച്ചുകൊണ്ടുള്ള മോദിയുടെയും സംഘ്പരിവാറിൻ്റെയും ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണിത്. ആ നിലയിൽ ഗാന്ധിജിയെ ആ രീതിയിലൊക്കെ സമീപിക്കാനും ഗാന്ധിജിയെക്കുറിച്ച് പറയാനും ആളുകളെ പ്രേരിപ്പിക്കും വിധമുള്ള ഒരു നിന്ദ്യമായ നടപടി എന്ന ശക്തമായ വിമർശനം ലോകമെമ്പാടും തന്നെ ഉയർന്ന സാഹചര്യമാണ്. അത് ചരിത്ര നിഷേധമാണ്. ഗാന്ധിജിയെ ലോകം ആരാധിച്ചിരുന്ന ആ കാലമൊക്കെ ഗാന്ധി സിനിമ കൊണ്ടുണ്ടായതാണ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതിന് പറയേണ്ടത് യഥാർത്ഥത്തിൽ? പക്ഷേ അതിലൊരു വലിയ ക്രിമിനൽ കുറ്റമടങ്ങിയിരിക്കുന്നു എന്നാണ് ഈ പരാതിയിലൂടെ പരാതിക്കാരൻ ഇപ്പോൾ ആ പരാതിയിലൂടെ പറയുന്നത്. പോലീസ് എങ്ങനെ മുന്നോട്ട് പോകും എന്നതും നമ്മൾക്ക് കാണേണ്ടത് തന്നെയാണ്.